അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പോളാർ കുട്ടനും അമ്മണിക്കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ്. അതെ, ഫുഡ്. നമുക്കങ്ങനെ കാര്യമായിട്ടൊരു ഫുഡ് സോഴ്സ് ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാറ്റ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റേക്കായിരിക്കും. ഇടയ്ക്ക് ഞാൻ റോട്ടൻ ഫ്ലഷ് എടുത്ത് തിന്നാറുണ്ടെന്നേ. അപ്പം നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുഡ് സോഴ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമുക്കെന്നാ കടന്നുറങ്ങാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം മറ്റേതുണ്ടാവുമല്ലോ സ്കെൽട്ടൻ, അല്ലെങ്കിൽ വേണ്ട, അല്ലാത്ത സ്കെൽട്ടൻ ഉണ്ടായിട്ടുണ്ട്. സ്കെൽട്ടൻ ഹോൾസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഇവിടെ മറ്റേത് വെച്ചായിരുന്നല്ലോ, കോപ്പർ വെച്ചിട്ട് സാധനം. സ്കെൽട്ടൻ ഹോൾസ് ഉണ്ടാവൂലേ? അതെന്തെങ്കിലും നോട്ട്. ഇതാണല്ലോ സ്പോൺ, അപ്പോൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലോട്ട് കിടക്കാം. വേണ്ട, നമുക്ക് ഉറങ്ങിയിട്ട് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ പറഞ്ഞു വന്ന അതോ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഫുഡ് സോഴ്സ്. അതായത് നമുക്കൊരു കാര്യമായിട്ട് ഫുഡ് സോഴ്സ് ഇല്ല. നമുക്കൊരു ഫുഡ് സോഴ്സ് ഇപ്പോൾ അവരെന്നെ ഫുഡാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേക്ക് ഫാമാണ്. അതായത് ഈ എന്താ പറയുക, ഓട്ടോമാറ്റിക് കൗ ക്രഷർ ഇല്ലേ, ആദ്യം ഞാൻ വിചാരിച്ചു മറ്റേതുണ്ടാക്കാമെന്നാണ്. എന്താണ് പറയുക, ചിക്കൻ ഫാം ഇല്ലേ, മറ്റേ ലാവ ചിക്കൻ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടാക്കാൻ ഇച്ചിരി പാടാം. അതിന് നമുക്ക് റിപ്പീറ്ററൊക്കെ വേണം. അതൊക്കെ ഇച്ചിരി അതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ഇച്ചിരി പാടാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗ ക്രഷർ ഉണ്ടാക്കും. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര മതി, നമുക്ക് ഉണ്ടാക്കാൻ കിടക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയായിരുന്നു. അവിടെ ഇട്ട് അതിനകത്ത് വില്ലേജസിനെ കൊണ്ടുവന്നിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഫുഡ് ഫാമാണ് ആവശ്യം. വില്ലേജസിന് ഞാൻ എന്തായാലും ഓഫ് ക്യാമറ കൊണ്ടിട്ടോളാം. പിന്നെ വർക്ക് സ്റ്റേഷൻ വേണം, അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ ഇതൊന്ന് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ ഇവിടെ ഈ ഒരു ഏരിയയിൽ. അതാകുമ്പോൾ നമുക്ക് വീണ്ടും തൊട്ടടുത്തല്ലേ. അതോ ഇവിടെ ഉണ്ടാക്കാം? അല്ല, ഇവിടെ ഉണ്ടാക്കാം നമുക്ക്. ഇവിടെ ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നല്ല സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. പശുവിനൊക്കെ ഞാൻ എടുത്തോളാം. ആദ്യം നമ്മളെങ്ങനെയായിരുന്നു കളക്ഷൻ ഏരിയ, അതിന് 2 ബ്ലോക്ക് അടിയിലോട്ട് ഇങ്ങനെ കുഴിക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെക്കണം. ഇതെന്താ കൂടാത്ത, ഇതെന്താ ആവാത്ത? ഡബിൾ ചെസ്റ്റ് ആവണല്ലോ. ആയി. ഓക്കെ, എന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് നമ്മുടെ ഹോപ്പർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, ഇവിടെ ആയിരിക്കും നമ്മുടെ ഇതിരിക്കുക. ഇവിടെ അല്ല, ഇവിടെ ബക്കറ്റ്. എന്നിട്ട് നമ്മുടെ ഇതെടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതിനുമ്പ് ഇതൊന്ന് എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ എന്തോ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇതെടുക്കുക, സ്റ്റെയർ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ കൗ ഇരിക്കുക. ഇതിൻ്റെ എന്നിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്, എന്നാലും ഒരു സംശയം. എന്നിട്ട് ഇതിവിടെ വെക്കണം. അതിന് മുമ്പ് നമുക്ക് കൗവിനെ കൊണ്ടുവന്നിടണം. കൗവ് ഒന്നിവിടെ ഉണ്ട്, പക്ഷെ അതിനെ കൊണ്ടുവന്നിടുന്നില്ല. അല്ല, അമ്മിണി നമുക്ക് വേറെ വേണം. ഇപ്പം ഈ ഏരിയയിലൊന്നും ഇനിയിപ്പോൾ ഈ ഏരിയയിലൊന്നും ഇനി കിട്ടില്ല. അവിടെ പോയി നോക്കണം. ആദ്യം കൗവിനെയാണ് കൊണ്ടുവരേണ്ടത്. ഇതാണ് പ്രശ്നം. ഇങ്ങനത്തെ ഐലൻഡിലൊക്കെ ആണെങ്കിൽ കൗവിനൊക്കെ ദൂരെ പോയി കൊണ്ടുപോകേണ്ടി വരും. എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാൻ എന്നാ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം. ഹലോ, നമ്മളങ്ങനെ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കുറേ തപ്പി വന്നു. നമുക്ക് ഒന്നിനെയും കിട്ടിയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഡ്രോയിൻ്റെ ബോട്ടിൽ കിട്ടിയത്. 3 ഒബ്സിഡിയൻ ഉണ്ടായിരുന്നു, അതിൽ 2 മാത്രം വെച്ചു. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. വെറുതെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടേ. വെറുതെ ഒന്ന് പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരാം.
ഇതിപ്പോ ചക്കന് എന്തായാലും സ്ഥലത്തോട്ട് തന്നെ പോവാം. ഇവിടെ നിക്കണ്ട, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. നമുക്കിപ്പോ കടന്നുറങ്ങട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാര്യത്തിലോട്ട് എടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്തായാലും ഇവിടെ ഇതാ സ്ഥലം. ഹലോ, അപ്പൊ നമ്മളങ്ങനെ സ്ഥലം മാറി വന്നു. അതിന് ഞാൻ വേറെ പോർട്ടലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതേ പോർട്ടലിലല്ലേ കയറിയത്. ഇതാ ആ പോർട്ടൽ അവിടെ, നമ്മളിവിടെ. ബെസ്റ്റ്. അവിടുത്തെ 8 ബ്ലോക്ക്, ഇവിടുത്തെ അല്ല, ഇവിടുത്തെ എത്ര ബ്ലോക്ക്, അവിടുത്തെ 8 ബ്ലോക്ക്, അങ്ങനെ എന്തൊക്കെയല്ലേ. ബെസ്റ്റ്. എന്തായാലും നമുക്കൊന്നിനെയും കിട്ടിയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. കൗ ക്രഷർ മാറ്റിയിട്ട് ഞാൻ പിഗ് ക്രഷർ ഉണ്ടാക്കാൻ പോവാണ്. കൗ ക്രഷർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ കിട്ടുമായിരുന്നു ഇഷ്ടംപോലെ. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് പിഗ് ക്രഷർ ഉണ്ടാക്കാം. സാരമില്ല, നമുക്ക് പിഗ് ക്രഷർ മതി. പിഗ് ഇവിടെ ഉണ്ട്, നമുക്ക് പിഗിനെ കിട്ടിയിട്ടുണ്ട് കുറേ. അപ്പോൾ എനിക്ക് 2 എൻഡർമാനെ കൊന്നു. മൊത്തത്തിൽ എന്താ പറയുക, കൗവിനെ അന്വേഷിച്ചിട്ട് ബാക്കിയെല്ലാം കിട്ടി. എന്നാലും ഇവിടെ ഉള്ളത് അവിടെ എങ്ങനെ സ്പോണായേ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്നാലേ പിഗിനെ കൊണ്ടുപോവാം. അതെന്താ കൗവല്ലേ ഇത്? അത് കൗവല്ലേ? അല്ല, ഷീപ്പാ. അല്ലെങ്കിൽ പിന്നെ ഷീപ്പ് ക്രഷർ ഉണ്ടാക്കണോ? അത് കിട്ടി, കൗ കിട്ടി. എൻ്റെ അമ്മ എന്തോരം കൗവാ. അയ്യോ, എൻ്റെ കയ്യിൽ 2 ലീഡേ ഉള്ളൂ. തൽക്കാലം വീട് മതി. അങ്ങനെ കൗ. പക്ഷെ നമ്മൾ ഇതേത് സ്ഥലം? പക്ഷെ വീണ്ടും സ്ഥലം മാറിയോ? സ്ഥലം മാറി ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ അങ്ങോട്ടാ പോകണ്ടേ. എന്നാലും കിട്ടിയില്ല, അത് മതി. പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. വന്ന ഇവരെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ 2 പശുവിനെ കൊണ്ടിട്ടുണ്ട്. ഒരു പശുവിനെ നേരത്തെ ഞാൻ കൊണ്ടാക്കി, രണ്ടാമത്തെ കൊണ്ടാക്കി. എത്ര നേരം എടുത്തു എന്നറിയോ? ഞാൻ തപ്പി കഴിഞ്ഞപ്പോഴോ കൊണ്ടുവരാൻ എത്ര നേരം എടുത്തു എന്നറിയോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവനെ എൻ്റെ ലീഡ്. ഓക്കെ, ബോട്ട് അവിടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അടി പൊട്ടിച്ചാൽ താഴെ വീഴുമല്ലോ. രാത്രിയാ വേറെ. നമുക്ക് ഇവനൊന്ന് അവിടെ കൊണ്ടുപോയി കെട്ടിയിടാം. മറ്റവനെ ഞാൻ ഓൾറെഡി കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട്. വാ 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 പതുക്കെ വാ, പതുക്കെ വാ. വാ 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 ഇവിടെ വാ 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 വേഗം വാ, വേഗം വാ, വേഗം വാ. രാത്രി ഇവനെയും കൂടെ കൊണ്ടുപോയിട്ടൊന്ന് അവിടെ കെട്ടിയിടാം. എന്തിനാ കെട്ടിയിടണം? അതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടാൽ പോരെ. വേഗം വേഗം വാ, വേഗം വാ, വേഗം വാ. ഒന്ന് വാടാ മര്യാദയ്ക്ക്. ഓക്കെ, ഇവനെ ഇവിടെ അതാ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. എങ്ങനെയല്ലോ ഒരു കഴിവേ. കേറ്. ഇനിയാണ് ഇതിലോട്ട് കേട്ടണ ഇച്ചിരി പാടാ. അത് ഞാൻ കെട്ടിക്കോളാം. കേറ്. ഒരാളായി. മറ്റേ ആളും കൂടെ ആയ രാത്രിയായി. അമ്മേ, ഇതെന്താ ഊരാൻ പറ്റത്തെ? ഇതെന്താ ഊരാൻ പറ്റത്തെ? ഇതെന്ത് ഊരാൻ പറ്റത്തെ? ഊരി. രാത്രി വേമ്പ ഇല്ലെങ്കിൽ കോക്കാച്ചി വരും. വേമ്പ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാത്തിനും കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ എത്ര നേരം എടുത്തു എന്നറിയോ? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബ്രീഡർ അല്ലാത്ത എന്താ പറയുക, കൗ ക്രഷർ. അത് ഇത്രേ ഉള്ളൂ. ഒരുപാട് പണിയൊന്നും ഇല്ല, പക്ഷെ ആകെ പണിയുള്ളത് ഇതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ വീറ്റ് കൊടുക്കുക. എന്നിട്ട് ഇവർക്ക് കുട്ടിയുണ്ടാവും, അത് വലുതാവും. അങ്ങനെ എല്ലാം കുറേ ഉണ്ടായി കഴിയുമ്പോൾ ഇവർ സഫോക്കേറ്റ് ആയിട്ട്, എനിക്ക് ഇപ്പോഴാണ് ഈ അഡ്വാൻസ്മെൻറ്റ് കിട്ടണേ. ഇവരിങ്ങനെ എന്താ പറയുക,
ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി. ഇനി വേറെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. അങ്ങനെ അതായത് നമ്മൾ തീറ്റ എടുക്കുമ്പോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി ഇവർ സഫോക്കേറ്റ് ആവും. എന്നിട്ട് അവസാനം ആവും. ഇതെല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ഫുഡ് ഇവിടുന്ന് കിട്ടിക്കോളും. കുറച്ച് നാളെടുക്കും. ഇത് വൺസ് ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് വെറുതെ കൊണ്ടുവന്ന് തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ എൻ്റെ ഇൻവെൻട്രി മൊത്തം ഇതായി. മൊത്തം ഒന്ന് ശരിയാക്കണം എൻ്റെ അമ്മേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഓഫ് ക്യാമറയിൽ പോയിട്ട് ഞാൻ മറ്റേത് ചെയ്യണം. എന്ത് ട്രേഡിംഗ് ഹാളിൽ വില്ലേജേഴ്സിനെ നിറയ്ക്കൽ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോ വരിക. എന്നാൽ എല്ലാവർക്കും ശരി, ടാറ്റാ.